ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെയൊക്കെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആംഗിൾ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ആംഗിൾ ബോൾട്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ആംഗിൾ ബ്ലാസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഭിത്തിയിൽ നിന്നും മാറ്റി നമ്മൾ പ്ലംബിങ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ആംഗിൾ ബ്ലാസ്റ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത് ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതങ്ങനെ ആംഗിൾ ബ്ലാസ്റ്റ് വരുന്നത് അതിൻ്റെ ത്രെഡ് റോഡും കാര്യങ്ങളും ചാനലും കാര്യങ്ങളെല്ലാം നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആംഗിൾ ബ്ലാസ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ്, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മളത് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഈ ആംഗിൾ ബ്ലാസ്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് പല വലുപ്പത്തിലുള്ള ആംഗിൾ ബ്ലാസ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ത്രെഡിന് വേണ്ടി 12 mm 13 mm ആണ് ശരിക്കും ഇതിൻ്റെ ബിറ്റ് വരുന്നത്. 13 mm കറക്റ്റ് നമുക്കൊരു ഡ്രിൽ ബിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ വരുന്നത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള രീതി. അതിൻ്റെ ഏറ്റവും ബാക്കിലൊരു നെറ്റ് ബോൾട്ട് വരുന്നുണ്ട്. ഇതാണ് ആംഗിൾ ബ്ലാസ്റ്റ് വരുന്നത്. ഈ ആംഗിൾ ബ്ലാസ്റ്റ് ഇത് ജസ്റ്റ് കട്ടിങ് കാണാൻ സാധിക്കും. കണ്ടോ, ഈ കട്ടിങ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്ക്രൂൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കയറുന്ന സമയത്ത് ആ കട്ടിങ്ങുകൾ വികസിക്കും. അങ്ങനെ വികസിക്കുന്ന ലെവലാണ് നമ്മുടെ ഭിത്തിയുടെ ഉള്ളിൽ ടൈറ്റ് ആവും. ആ വികസിക്കുന്ന സംഭവം ഭിത്തിയുടെ ഉള്ളിൽ ടൈറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ആംഗിൾ ബ്ലാസ്റ്റ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ആംഗിൾ ബോൾട്ടും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ ബിറ്റ് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ബിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത് 13 mm ബിറ്റാണ് വരുന്നത്. 13 mm ബിറ്റ് ആംഗിൾ ബ്ലാസ്റ്റ് കയറുന്ന അത്രയാണ് നമ്മൾ ഭിത്തിയിലേക്ക് ടൈറ്റ് ചെയ്ത് അടിക്കേണ്ടത്. ടൈറ്റ് ചെയ്ത് അടിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ പറയുന്ന ഈ സെറ്റ് മൊത്തം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നേരെ അകത്തേക്ക് കൊടുക്കും. അതിനുശേഷം ഈ പറയുന്ന ഈ സ്ക്രൂ ഉണ്ടോ, ഈ നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നെറ്റ് ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഇത് പതുക്കെ കയറി വരും. അപ്പോൾ ബാക്കിലുള്ള ആ നെറ്റ് ബോൾട്ട് താഴെ ഉള്ളിലേക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഈ കട്ടിങ് കൊടുത്തിരിക്കുന്ന ഭാഗമുണ്ട്, ആ കട്ടിങ് കൊടുത്തിരിക്കുന്ന ഭാഗം വികസിക്കും, വിടർന്ന് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ വിടർന്ന് വരുന്നത് എത്രത്തോളമാണോ അത് നമ്മുടെ ഭിത്തിയുടെ ഉള്ളിൽ ടൈറ്റ് ആവും. ഭിത്തിയുടെ ഉള്ളിൽ ടൈറ്റായി ഫുൾ ടൈറ്റായിട്ട് നിൽക്കും. അങ്ങനെയാണ് അത് നോർമൽ ലെവലിൽ ഫുൾ ടൈറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ആംഗിൾ ബ്ലാസ്റ്റിൻ്റെ രീതി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ അതിൻ്റെ തന്നെ എല്ലാം തന്നെ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. ത്രെഡ് റോഡ് കിട്ടും, ചാനൽ കിട്ടും, നെറ്റ് ബോൾട്ട് കിട്ടും, വാഷ് കിട്ടും, ആംഗിൾ ബ്ലാസ്റ്റ് കിട്ടും, എല്ലാം കിട്ടും. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഫാനിൻ്റെ ഹുക്ക് നമ്മളിങ്ങനെ പിടിപ്പിക്കുന്നത്, ഫാനിൻ്റെ ഹുക്ക് വരുന്നത് ആംഗിൾ ഹുക്കാണ് വരുന്നത്. അത് ഇതുപോലെ തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് ജസ്റ്റ് മുകളിലേക്ക് കയറി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കട്ടിങ് കൊടുത്തിരിക്കുന്ന ഭാഗമുണ്ട്, ആ കട്ടിങ്ങുകളാണ് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് നെറ്റ് ബോൾട്ട് കയറുന്ന സമയത്ത് ടൈറ്റ് ആവും. അതിനുശേഷം ഈ പറയുന്ന ലെവലിൽ നമ്മൾ എവിടെയാണോ വേണ്ട അവിടെ നമ്മൾ ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കും. അതിനുശേഷം ഈ ചാനൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ വരും. ഈ കട്ട് ചെയ്ത ഈ ചാനലുകൾ അതിൻ്റെ അകത്തേക്കിട്ട് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നോർമൽ ലെവലിൽ നമ്മൾ പറയുന്ന ആംഗിൾ ബ്ലാസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു പല രീതിയിലുള്ള ബിറ്റുകളുടെ എണ്ണം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൈസ് അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പല സൈസ് വരുന്നുണ്ട്, 8 mm 10 mm അങ്ങനെ പല സൈസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നത് ഈ ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബിറ്റ് എന്ന് പറയുന്നത് 13 ബിറ്റാണ് ഇതിൻ്റെ കറക്റ്റ്. ഈ ബിറ്റ് നമുക്ക് ഏതാണ് കറക്റ്റ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആംഗിൾ ബ്ലാസ്റ്റിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ബിറ്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കിട്ടും. കറക്റ്റ് ടൈറ്റ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഓവറായിട്ട് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇളകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അതുപോലെ തന്നെ ചെറുതായി കഴിഞ്ഞാൽ ആംഗിൾ ബ്ലാസ്റ്റ് ഭിത്തിയുടെ അകത്തേക്ക് കയറുകയില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നാൽ മാത്രമേ നമ്മൾ ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.